കണക്കിൽ മനസ്സിലായി മേജറായിട്ടുള്ള സാധനങ്ങളൊക്കെ ലോസിലാണ്. അത് റബ്ബർ കട, PS റബ്ബേഴ്സ്, അതൊക്കെ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഫസ്റ്റ് തുടങ്ങിയാണ്. അതൊരിക്കലും നിർത്താൻ പറ്റില്ല. അതൊരു അഭിമാന പ്രശ്നമാണ്. ഇത് നിർത്തിക്കഴിഞ്ഞാൽ ആൾക്കാരെന്താ വിചാരിക്കുക? പക്ഷേ മാസം ലക്ഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫിൽ ഒരുപാട് ബിസിനസ്സുകൾ, ലൈക്ക് പാലറ്റ് ഫാക്ടറി, അല്ലെങ്കിൽ തെർമോകോളിൻ്റെ ഫാക്ടറി, അല്ലെങ്കിൽ ഡീസൽ ട്രേഡ്, അല്ലെങ്കിൽ ഹോട്ടൽ ചെയിൻ ഓഫ് ഹോട്ടൽ സ്റ്റോറുകൾ, ഇനിയില്ലാത്ത പരിപാടികളില്ല. ഇങ്ങനെ എല്ലാത്തിലും നോക്കുമ്പോൾ കണക്കിലൊക്കെ ലോസുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 80-20 എന്ന് പറഞ്ഞിട്ടൊരു പ്രിൻസിപ്പിളുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 80-20 പ്രിൻസിപ്പിൾ, പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയും. എനിക്കത് ഗ്രോത്ത് തരുന്നതും ഞാൻ ഹാപ്പി ആയിട്ടുള്ളതും മനസ്സിലാവുണ്ടല്ലോ. അങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിച്ചപ്പോൾ ഞാൻ കണ്ടുപിടിച്ച 2-3 ഏരിയകളിൽ ഒന്നാണ് ഒന്ന് ജ്വല്ലറി, ഒന്ന് റിയൽ എസ്റ്റേറ്റ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാനതിനെ കവർ ചെയ്ത് മാറ്റിയിട്ട് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സസ്റ്റൈനബിളായിട്ട് നിൽക്കുന്നതും നമ്മൾ സന്തോഷത്തോടെ ചെയ്യുന്നതുമായിട്ടുള്ള ബിസിനസ്. പിന്നെ ഒരു സർട്ടൺ സ്റ്റേജ് കഴിയുമ്പോൾ പറഞ്ഞാൽ മാത്രം മനസ്സിലാവുന്ന ഒരു പോയിൻ്റ് കൂടി അതിൻ്റെ ഉള്ളിലുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാഭം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ എൻജോയ് ചെയ്യണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നതിലായിരിക്കും നമ്മൾ സന്തോഷം കാണുക.